ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ്. അതായത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ തള്ള് എന്ന് പറയുന്നൊരു മലയാളം വാക്ക്. എനിക്കൊന്ന് വളരെ കുറച്ച് നാളുകളായിട്ടാണ് ഈ ഒരു വാക്ക് മലയാളത്തിൽ വളരെ ഫേമസായി വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഒരു അറിവിൽ എനിക്ക് തോന്നുന്നു, ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞാവുന്നതോ അറിഞ്ഞുകൂടാത്തതോ ആയ ഒരു വിഷയത്തെക്കുറിച്ച് മറ്റൊരാളുടെയിലേക്ക് വളരെ ഫ്ലുവൻ്റായിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഏറെക്കുറെ കാര്യങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനുള്ള ഒരു കഴിവ്, ഒരു വ്യക്തിക്കുള്ള ഒരു കഴിവിനെയാണ് മലയാളത്തിൽ നമ്മൾ ഏകദേശം തള്ള് എന്ന് പറയുന്നത്. കാര്യം തള്ള് എന്ന് പറയുമ്പോൾ തന്നെ ഒരുപാട് സംസാരിക്കുന്നു എന്നുള്ളൊരു കാര്യം അവിടെ വരുന്നുണ്ട്. ആ ഒരു സംസാരത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ടോപ്പിക് എന്തുകൊണ്ട് നമ്മുടെ ഡിസൈനേഴ്സിൻ്റെ ചാനൽ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു തള്ള് എന്ന് പറയുന്ന ഒരു സ്കിൽ സെറ്റ്, അതായത് ഒരു കാര്യം മറ്റുള്ളവരിലേക്ക് എത്തിപ്പിക്കാൻ വളരെ വിശകലനം ചെയ്ത് വളരെ വ്യത്യസ്തമായ രീതിയിൽ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഒരാളിലേക്ക് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ളൊരു സ്കിൽ സെറ്റ് ഇന്ന് എല്ലാ പ്രൊഫഷണലിലുമുള്ള ആൾക്കാർക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടുന്ന ഒരു സ്കിൽ സെറ്റാണ്. അത് പ്രത്യേകിച്ചും നമ്മുടെ ഡിസൈനേഴ്സ് ചാനൽ എന്ന നിലയിൽ ഇവിടെ എന്തുകൊണ്ട് ചർച്ച ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡിസൈനേഴ്സായിട്ടുള്ള ആളുകൾക്കും വളരെ പ്രധാനമായിട്ട് അവരുടെ എല്ലാ കഴിവുകളോടൊപ്പവും, അതായത് ഒരു ഡിസൈനർ എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ചിന്തിക്കാനുള്ള കഴിവ്, അദ്ദേഹത്തിൻ്റെ ഡിസൈനുമായിട്ട് ക്രിയേറ്റീവായിട്ടുള്ള സെൻസ്, അങ്ങനെ എന്തെല്ലാം സെൻസുകൾ അദ്ദേഹത്തിനുണ്ടോ, ഈ സ്കിൽ സെറ്റുകളെല്ലാം കൂടെ ഇതിനോടൊപ്പം ഒരു പക്ഷേ ഇതിന് മുകളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടുന്ന ഇന്നത്തെ കാലത്തിന് അനുയോജ്യമായ ഒരു സ്കിൽ സെറ്റാണ് ഈ ഒരു തള്ള് എന്ന് പറയുന്ന വാക്ക്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ സ്ക്രീനിൽ പ്രത്യേകിച്ചൊന്നും തെളിഞ്ഞു വരാനില്ല. ഇത് എൻ്റെ ഒരു വോയിസ് ആയിട്ട് കൺസിഡർ ചെയ്യുക, അത് കേൾക്കുക, കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം അതിൻ്റെ നല്ലതും ചീത്തയുമായിട്ടുള്ള എന്ത് ഫീഡ്ബാക്ക് നിങ്ങൾക്ക് തോന്നിയാലും ഇവിടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം. ഓക്കെ, അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങളുടെ ഈ ഒരു ടാലൻറ്റ്, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ടാലൻറ്റ്, ഒരാളിനോട് സംസാരിക്കാനുള്ള ടാലൻറ്റ്, ഒരു കാര്യത്തെ പ്രസൻറ്റേഷൻ ആക്കി എടുക്കാനുള്ള ടാലൻറ്റ്, ഇത് ഒരു ഡിസൈനർ എന്ന നിലയിൽ ഇന്നു മുതൽ നിങ്ങൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. കാരണം ഈ ഒരു സ്കിൽ സെറ്റ് ഇല്ല എന്നുള്ളൊരൊറ്റ കാരണത്താൽ തന്നെ പല ഡിസൈനേഴ്സും ഇന്ന് കേരളത്തിൽ ഒരു പടിയിൽ നിന്നും അടുത്ത പടിയിലേക്ക് പോകാൻ വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് എന്ന് പറയുന്നൊരു കാര്യത്തിൽ സാധാരണഗതിയിൽ നമ്മൾ മലയാളത്തിലാണ് കൂടുതലായിട്ട് സംസാരിക്കാറ്. അതിനോടൊപ്പം നമുക്ക് ആവശ്യമാകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. അപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരുപോലെ തന്നെ നമുക്ക് വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കാനുള്ള ഒരു ടാലൻറ്റ്, അതുപോലെ തന്നെ ഈ സംസാരം ജസ്റ്റ് സംസാരമായിട്ട് മാത്രം ഒതുങ്ങാതെ മറ്റുള്ളവരിലേക്ക് ഇംപ്രസ് ചെയ്തുകൊണ്ട്, അതാണ് ഈ തള്ളെന്ന് പറയുന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, മറ്റുള്ളവരിലേക്ക് വളരെ പെട്ടെന്ന് വളരെ കൂടുതൽ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് സ്പീഡായിട്ട് ഒരു കാര്യത്തെക്കുറിച്ച് അറിയില്ല എങ്കിൽ കൂടിയും അതിന് പെട്ടെന്ന് നമ്മൾ വളരെ സഡനായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാളിലേക്ക് അത് എത്തിപ്പിക്കാനുള്ള നമ്മുടെ ഒരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത്, അഥവാ ഒരു പ്രസൻറ്റേഷൻ സ്കില്ല് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് നമ്മുടെ ജോലിയിലും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അതായത് വളരെ ചെറുകിട കമ്പനികളിൽ നിന്നും നമുക്ക് ഉയർന്ന വൻകിട കമ്പനികളിലേക്ക് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള തുടക്കത്തിലുള്ള ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് മാത്രമല്ല നമുക്ക് സംസാരമായി വരുന്നത്. കാരണം ഒരു തുടക്കത്തിലെ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് സാധാരണ എല്ലാ മേഖലയിലും ഉള്ളൊരു പ്രോസസ്സാണെങ്കിലും ആ ഒരു സ്ഥാപനത്തിൽ നമ്മൾ ഇൻ്റർവ്യൂവിലൂടെ പാസ് ആയി അവിടെ എത്തിപ്പറ്റിയാലും അതിന് ശേഷവും നമ്മുടെ സംസാരത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ്റെ പവർ എന്ന് പറയുന്നത് വളരെ വലിയ പങ്കാണ് വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ നമ്മുടെ കേരളത്തിൽ എടുത്തു നോക്കിയാൽ എനിക്ക് തോന്നുന്നു നല്ലൊരു ശതമാനം ഡിസൈനേഴ്സും ഈ ഒരു സ്കിൽ സെറ്റിൽ, അതായത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ സെറ്റിൽ വളരെ ബാക്കിലേക്ക് നിൽക്കുന്ന ആൾക്കാരാണ്. കാരണം കൂടുതലായും നമ്മൾ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വളരെ ക്രിയേറ്റീവ് മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരൊക്കെ തന്നെ പൊതുവെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് സംസാരത്തിൽ മറ്റൊരാളെ അടിച്ച് വീഴ്ത്താനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന് സംസാരിച്ച് വീഴ്ത്താനുള്ള ഒരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് പൊതുവെ കുറച്ച് ബാക്കായിട്ടാണ് കണ്ടുവരുന്നത്. കാരണം അവർ ചെയ്യുന്ന ജോലിയിൽ അവർ കൂടുതലും അവരുടെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ അവരുടെ മെൻ്റൽ തോട്ട് പ്രോസസ്സ് എല്ലാം തന്നെ അതിൻ്റെ ഒരു ബ്യൂട്ടി, അതിൻ്റെ ഒരു ഐഡിയയിലും ഒക്കെ ആയിരിക്കും അവർ കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു വലിയ വിഭാഗം ഡിസൈനേഴ്സും ഈ ചെയ്യുന്ന ഡിസൈൻസുകൾ എങ്ങനെയാണ് നിങ്ങളുടെ സ്വന്തം ഓഫീസിൽ തന്നെ നിങ്ങളുടെ മുകളിലിരിക്കുന്ന ആളുകളോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സഹപ്രവർത്തകരോടോ എങ്ങനെയാണ് ഇത് പറഞ്ഞ് ഫലിപ്പിക്കുന്നു എന്നുള്ള കാര്യത്തിൽ കുറച്ച് ബാക്കായി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചെയ്യുന്ന പല ഡിസൈൻസുകളും നമുക്ക് ഒരാളെ ഇംപ്രസ് ചെയ്യിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വരുന്നു. അതായത് ഡിസൈൻ എന്ന് പറയുന്ന ഒരു ജോലിയിൽ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസുകൾ എന്ന് പറയുന്നത് വ്യത്യസ്തമായ ആംഗിളിൽ നിന്നും
വ്യത്യസ്തമായ കാഴ്ചകളിലൂടെയാണ് ഓരോ ആൾക്കാരും അതിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ ആ നോക്കിക്കാണുന്ന ഡിസൈനിനെ നമുക്ക് ചിലപ്പോൾ ആ ഡിസൈൻ ലുക്ക് മാത്രം പോരാ, മറിച്ച് നമ്മുടെ നാക്കുകളും കൂടെ ചില സമയത്ത് പ്രവർത്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ വരും. അതും പ്രധാനമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രസൻറ്റേഷൻ എന്ന് തന്നെ പറയാം. പല കമ്പനികളിലും നിങ്ങൾ ചെയ്യുന്ന പ്രോജക്റ്റുകൾ, നിങ്ങളുടെ ഡിസൈൻസുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ക്രൗഡിൻ്റെ മുമ്പിൽ തന്നെ, ഒരു വലിയൊരു ടീമിൻ്റെ മുമ്പിൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് പ്രസൻറ്റ് ചെയ്യേണ്ടുന്ന അവസ്ഥ വരാം. ആ പ്രസൻറ്റേഷൻ സ്കില്ലായിരിക്കാം ഒരു പക്ഷേ ആ ഡിസൈൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നല്ലതല്ലെങ്കിൽ കൂടിയും അതിനെ ഒരു സക്സസ് പ്രോഡക്റ്റാക്കി മാറ്റാൻ സഹായിക്കുന്നത്. കാരണം പല കമ്പനികളിലും നിങ്ങൾക്കറിയാം, പ്രത്യേകിച്ചും ഒരു ആവറേജ് കമ്പനിക്ക് മുകളിലുള്ള കമ്പനികൾ, അതായത് കുറച്ചും കൂടെ ഒരു ബിഗ് ഷോട്ട് കമ്പനികളിലേക്ക് നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇൻറ്റേർണലായിട്ട് കമ്പനിക്കുള്ളിൽ തന്നെയും പല പ്രോജക്റ്റുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു ടീമിനെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ ചിലപ്പോൾ നമുക്ക് നമ്മുടെ കരിയർ പോലും അവിടെ സെറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ് ഒരു വലിയ സത്യാവസ്ഥ. നമ്മളോടുള്ള സഹപ്രവർത്തകർ, നമ്മുടെ മുകളിലിരിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന ഡിസൈൻസുകളെ ഡിസൈനായി മാത്രമല്ല, മറിച്ച് ഡിസൈൻ എന്താണ് ആ ഡിസൈൻ സംസാരിക്കുന്നത്, അതായത് ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ അവരിലേക്ക് എത്തിക്കുന്നത്, ഡിസൈൻ എങ്ങനെയാണ് നമ്മൾ അവരെ കൺവേ ചെയ്യിക്കുന്നത് എന്നുള്ളതിന് വളരെ പ്രാധാന്യമാണ് കൊടുക്കുന്നത്. അത് നമ്മുടെ സഹപ്രവർത്തകരിൽ മാത്രമല്ല, നമ്മുടെ ക്ലയൻറ്റിലേക്ക് ചെന്നിരുന്നാലും നമ്മൾ ചെയ്യുന്ന ഡിസൈൻസുകൾ മറ്റുള്ള ഇതര കൺട്രികളിലുള്ള പല ആൾക്കാരുടെ മുമ്പിലേക്കും നമുക്ക് കൊണ്ട് പ്രസൻറ്റ് ചെയ്യേണ്ടുന്ന ആവശ്യം വരിക. അതിനെക്കുറിച്ച് പ്രസൻറ്റ് ചെയ്യുമ്പോൾ തന്നെ വളരെ ഫ്ലുവൻ്റായിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട ആവശ്യം വരിക. അതിലെ ഓരോ കാര്യങ്ങളും അവർക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുക. ഇത്തരത്തിലുള്ള ആവശ്യകതയും നമ്മുടെ ഈ പ്രൊഫഷനിൽ വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് പർട്ടിക്കുലർലി നമ്മൾ ഇന്ന് ഇങ്ങനെ ഒരു ടോപ്പിക്ക് തന്നെ ചൂസ് ചെയ്തത് തന്നെ. കാരണം എനിക്കറിയാവുന്ന പല സുഹൃത്തുക്കളിലും വളരെ ക്രിയേറ്റീവായിട്ടുള്ള, വളരെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള പല ഡിസൈനേഴ്സും അവരുടെ ഒരു ക്യാരക്ടർ, അവരുടെ ഒരു പൊതുവേ ഉള്ളൊരു നേച്ചർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ ബാക്കിലേക്ക് ഷൈയായിട്ട്, വളരെ മുന്നിലേക്ക് വരാൻ വളരെ മടി കാണിക്കുന്ന കുറേ ക്രിയേറ്റീവ് ചിന്താഗതിയിൽ ഒതുങ്ങി നിൽക്കുന്ന കുറേ ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഒരു പ്രശ്നം, അവരുടെ സ്കിൽ സെറ്റിനെ പ്രോപ്പറായിട്ട് മറ്റൊരാളുടെ മുന്നിലേക്ക് തള്ളി മറിക്കാൻ പറ്റാത്ത ഒരവസ്ഥ വരുന്നു. അതുകൊണ്ട് തന്നെ അവർ നിൽക്കുന്ന ആ പടിയിൽ നിന്ന് അവരുടെ സ്ഥാനങ്ങൾ, അവരുടെ ഡെസിഗ്നേഷൻ ലെവലുകൾ ഒന്നും തന്നെ മുന്നിലോട്ട് പോകാതെ വളരെ ബാക്കടിച്ച് പോകുന്ന ഒരുപാട് സുഹൃത്തുക്കളെ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഇങ്ങനെ ഈ ഒരു ഡിസൈനേഴ്സിൻ്റെ ചാനൽ ഇങ്ങനൊരു ടോപ്പിക്ക് തന്നെ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഓരോ വ്യക്തികളിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറി വരുന്ന ഒരു സ്കില്ലാണ്. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് ജന്മസിദ്ധമായി ലഭിക്കുന്ന ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ കൃത്രിമമായിട്ട് മറ്റുള്ള സഹപ്രവർത്തകരോടും മറ്റും സംസാരിച്ചുമൊക്കെ തന്നെ പല അറിവുകളിലൂടെയും പല സ്ഥലങ്ങളിൽ നമ്മൾ എൻഗേജ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്നവരുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു സ്കിൽ സെറ്റ് നമ്മളിലില്ല. ഇത് കാണുന്ന ഏതെങ്കിലും ഒരു ഡിസൈനേഴ്സ് എന്ന നിലയിൽ എനിക്ക് ഒരു ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അത് മുന്നിലുള്ളവർക്ക് മുന്നിൽ പ്രസൻറ്റ് ചെയ്ത് അതിനെ തള്ളി മറിക്കാൻ കഴിയുന്നില്ല എന്നുകൊണ്ടൊരു ടാലൻറ്റ് നിങ്ങൾക്കില്ല എന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ തന്നെ അതിനെന്തൊക്കെ സൊല്യൂഷൻസുകൾ നിങ്ങൾക്ക് കണ്ടെത്താമോ, അതിനെന്തെല്ലാം വഴികൾ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവോ, അത് നിങ്ങൾ കണ്ടെത്തേണ്ടതും ഈ ഒരു സ്കിൽ സെറ്റ്, എസ്പെഷ്യലി കമ്മ്യൂണിക്കേഷൻ, പ്രസൻറ്റേഷൻ, ടാലൻറ്റ് എന്ന് പറയുന്നത് വളർത്തിയെടുക്കേണ്ടതുമായൊരു കാര്യമായിട്ട് ദയവേത് മനസ്സിലാക്കുക. അതിനു വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങളാണോ നിങ്ങൾക്കുള്ളത്, നിങ്ങൾക്ക് സെൽഫായിട്ട് തന്നെ പറ്റുന്ന എന്തൊക്കെ മെത്തേഡുകളുണ്ടോ അതിൽ നിങ്ങൾ സെൽഫായിട്ട് തന്നെ ട്രൈ ചെയ്യാം. അതായത് ഒരു ടീമിനെ തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. പരസ്പരം ടീമുകളിലെ സുഹൃത്തുക്കൾ തമ്മിൽ ഡെയിലി ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ഡിസൈൻ വിഷയത്തെക്കുറിച്ചോ ഒക്കെ നിങ്ങൾക്ക് നിരന്തരമായിട്ട് ചർച്ചകൾ ഉണ്ടാക്കാം. ആ ചർച്ചയിൽ വ്യത്യസ്തമായ ടോപ്പിക്കുകൾ കൊണ്ടുവരാൻ നിങ്ങൾക്ക് ശ്രമിക്കാം. അതുപോലെ ആ ടോപ്പിക്കുകൾ നിങ്ങൾ പരസ്പരം ഒരു പ്രസൻറ്റേഷൻ മോഡലിൽ ആവിഷ്കരിച്ചുകൊണ്ട് അതിനെ സംസാരിക്കാൻ വേണ്ടി ശീലിക്കാം. ഇങ്ങനെ ഒരുപാട് ടെക്നിക്കൽ മെത്തേഡുകളുണ്ട്. അപ്പോൾ ആ ടെക്നിക്കൽ മെത്തേഡുകൾ പറയാൻ ഞാൻ ആളല്ല, കാരണം അതൊരു വ്യത്യസ്തമായ ഒരു ഏരിയയാണ് കമ്മ്യൂണിക്കേഷൻ ടാലൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എല്ലാ വിധത്തിൽ നിങ്ങൾ പ്രാക്ടിക്കലായിട്ട് വൻകിട കോഴ്സുകൾ എടുത്ത് പഠിച്ച് മനസ്സിലാക്കുന്നതിലുപരി തന്നെ സെൽഫായിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് നിങ്ങൾക്ക് ഇതിന് വേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. അതായത് ഒരു വിഷയത്തിൽ നിന്ന് പിന്നിലേക്ക് നമ്മൾ സംസാരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു മാറുന്നതിന് പകരം ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ സ്വയം തന്നെ നമ്മുടെ മനസ്സിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മെനഞ്ഞെടുത്തുകൊണ്ട് അത് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ മുന്നിലോട്ട് വരുമ്പോഴാണ് നിങ്ങളുടെ ഈ ഒരു സ്കിൽ സെറ്റ് വളർന്നു വരുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പ്രത്യേകിച്ചും ഒരു വലിയ ഒരു കമ്പനി, എസ്പെഷ്യലി ഒരു MNCയിലൊക്കെ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്കിൽ സെറ്റിൻ്റെ പ്രാധാന്യം വളരെ ഹെവിയാണ്. പ്രത്യേകിച്ചും തുടക്കക്കാരായ ആൾക്കാരോടൊക്കെ പറയാനുള്ളത്, നിങ്ങളുടെ ഒരു സാധാരണ ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ആ ഒരു ടീമിൽ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയിൽ മേക്ക് നോയ്സ് ആൻഡ് മേക്ക് വിസിബിലിറ്റി എന്നുള്ളത്
തീർച്ചയായിട്ടും പഠിച്ചിരിക്കുക. അതായത് നിങ്ങളെങ്ങനെ നോയ്സ് ഉണ്ടാക്കുന്നു, നിങ്ങളവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ ശബ്ദത്തിലൂടെ മറ്റുള്ളവർക്ക് അറിയാൻ കഴിയണം. അതുപോലെ തന്നെ ആ ഒരു നോയ്സിലോടുകൂടി മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കപ്പെടുമ്പോഴാണ് നമ്മൾ ഹൈലൈറ്റ് ആകുന്നത്. അവിടെയാണ് നമ്മുടെ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നൊരു വാക്ക് ഉണ്ടായി വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്കിൽ സെറ്റ് ഇല്ല എന്നുള്ള കാരണത്താൽ നമ്മൾ ബാക്ക് അടിച്ച് പോകുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ ഈ ഒരു സ്കിൽ സെറ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നിങ്ങളുടെ ഡിസൈൻ സ്കില്ലിനോടൊപ്പം എന്നുള്ളത് ഇന്നു മുതൽ നിങ്ങൾ വളരെ പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് വളർത്താൻ ആവശ്യമായിട്ടുള്ള എന്തെല്ലാം വഴികൾ നിങ്ങളുടെ കണ്ണുമുന്നിൽ കാണുന്നുണ്ടോ അതിനെല്ലാം മാക്സിമം പ്രയോജനപ്പെടുത്തുക. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രോജക്റ്റുകളിലും നിങ്ങൾ ഭാഗമാകുന്ന ഓരോ ടീമിലും നിങ്ങളുടേതായിട്ടുള്ളൊരു വിസിബിലിറ്റി ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി ഈ ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ തള്ള് എന്ന് പറയുന്ന ഈ ഒരു വാക്ക് നമ്മൾ എടുത്ത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾക്ക് കോമൺലി പറയേണ്ട നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ പ്രസൻറ്റേഷൻ ടാലൻറ്റ്, ഇതുപോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വളരെ റിച്ചാക്കി എടുക്കുക. അതിനുവേണ്ടി എന്തെല്ലാം തരത്തിൽ നിങ്ങൾക്ക് ശ്രമിക്കാവോ അതെല്ലാം നിങ്ങൾ പരസ്പരം ശ്രമിക്കുക. ഇതിനുവേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നിങ്ങളൊരു മൈൻഡ് ബ്ലോക്കോ മറ്റുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്ന് എന്നോട് ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് വെക്കുന്ന കൊച്ചു ടിപ്സുകളൊക്കെ ഞാൻ ഷെയർ ചെയ്യാനും തയ്യാറാണ്. ഒരിക്കലും ഞാനും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബേസിലുള്ള ഒരു വ്യക്തിയല്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു പ്രോപ്പർ ട്രിക്ക് പറഞ്ഞു തരാനും അറിയില്ല. എന്നിരുന്നാലും കുറച്ചെങ്കിലും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു തടസ്സത്തെ നിങ്ങൾക്ക് ചിലപ്പോൾ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായ കൊച്ചു ടിപ്സുകൾ ചിലപ്പോൾ തരാൻ കഴിഞ്ഞെന്നിരുന്നേക്കാം. അപ്പോൾ എന്തായാലും അത്തരത്തിൽ വളരെയേറെ ഒരു മൈൻഡ് ബ്ലോക്ക് നേരിടുന്ന ആൾക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണക്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ പരസ്പരം മാക്സിമം സെൽഫായിട്ട് തന്നെ ഒരു സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ പ്രയത്നിച്ചുകൊണ്ട് നിങ്ങളുടെ ഡിസൈൻ കരിയറിനെ വളരെ മുമ്പോട്ട് കൊണ്ടുപോവുക. അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു ടോപ്പ് ലെവൽ കമ്പനിയിൽ ഒരു ടോപ്പ് പൊസിഷനിൽ എത്തിപ്പറ്റി നമ്മുടെ കരിയർ വളരെ ശോഭിച്ചതാക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, ഈ ഒരു തള്ള് എന്ന് പറയുന്നൊരു വിഷയം നിങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈനേഴ്സ് ആയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കൾക്കും എത്തിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ നിങ്ങളുടെ പ്രവൃത്തിയോടൊപ്പം, അതായത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയോടൊപ്പം നിങ്ങൾ ആഡ് ചെയ്യേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സ്കിൽ സെറ്റും കൂടാണ്. അതുകൊണ്ട് എല്ലാ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കളിലും ഈ ഒരു അറിവെത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.